കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ സുധാകരന്റെ PA VK മനോജ് കുമാർ BJPയിൽ ചേർന്നു. 2004 മുതൽ 2009 വരെ കെ സുധാകരൻ MP ആയിരുന്ന സമയത്ത് മനോജ് കുമാർ ആയിരുന്നു PA. സുധാകരന്റെ വികസന വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് BJPയിൽ ചേർന്നതെന്ന് മനോജ് കുമാർ പറഞ്ഞു. കണ്ണൂരിന്റെ വികസനത്തിനായി MP എന്ന നിലയിൽ സുധാകരൻ ഒന്നും ചെയ്തില്ല. UPA ഭരിക്കുന്ന സമയത്ത് പോലും സുധാകരൻ ചെറുവിരൽ അനക്കിയില്ലെന്നും മനോജ് കുമാർ പറഞ്ഞു. നല്ല വ്യക്തിയാണ്. എൻ്റെ ഏട്ടൻ തുല്യമായിട്ട് ഞാൻ ഇന്നും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കെ സുധാകരൻ. ഞാൻ എന്ത് പറയുക, ഏട്ടനല്ല അതിനപ്പുറം അത്ര എനിക്ക് സ്നേഹമാണ്. പക്ഷെ ആ വ്യക്തി സ്നേഹമല്ല വേണ്ടത്, ഒരു MP സ്നേഹമാണ് വേണ്ടത്. MP-യും വ്യക്തിയും തമ്മിൽ രണ്ടും രണ്ടാണ്. ആ MP-ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഞാൻ സത്യസന്ധമായി പറയാന്ന്, ആ കാര്യം സാർക്ക് പറ്റൂല. അദ്ദേഹത്തിനുള്ള സാമ്യവും ഇല്ല, അല്ല കഴിവില്ല, എന്താണെന്നറിയില്ല, കഴിവും ഇല്ല എന്ന് എനിക്ക് പറയാം. ഒരു രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം അത്ര തന്നെയാണ്. കാരണം അത് കൺവിൻസ് ചെയ്യിപ്പിച്ച് സാധിച്ചെടുക്കണം. അതിന് ക്ഷമയും വേണം, ഇതൊക്കെ ഒന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിനോട് ചെയ്യാൻ പറ്റുന്നത്, കേന്ദ്രത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. 2009 മുതൽ 2014 വരെ എന്ന് പറയുമ്പോൾ അന്ന് UPA-യുടെ MP ആയിരുന്നു, ഭരണവും UPA-യുടേതായിരുന്നു. അന്ന് ചെയ്യാൻ പറ്റാത്തതാണോ ഇനി NDA ഭരിക്കുന്ന സമയത്ത് ഈ ഒരു MP ചെയ്യാൻ പോകുന്നത്? ഇതാണോ വേണ്ടത്? ഇതായിരുന്നു കോൺഗ്രസ്. എവിടെ എത്തിക്കിടക്കുന്നത്? ഇനിയിപ്പം 10-50 സീറ്റിൽ താഴെയായി. ഇനിയിപ്പോൾ എവിടെ എത്തും? എന്താ സ്ഥിതി? എന്നാലും കുടുംബവാഴ്ച, എൻ്റെ അച്ചാച്ചൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, ഇത് മാത്രമാണ് വേണ്ട നേതൃത്വത്തിൽ. ഇതാണ് വേണ്ട. ഇങ്ങനെ ആര് നന്നാവാന്? മറ്റുള്ള BJP അങ്ങനെയാണോ? നരേന്ദ്രമോദി കഴിഞ്ഞാൽ തീർന്നു, കുടുംബവാഴ്ച തീർന്നു. ഇനി അടുത്തയാള് അതല്ലേ? ഇവിടെ അതല്ലേ ഉള്ളത്? ഇങ്ങനെയാണോ വേണ്ടത്? വിവരമുള്ള ഒരാളും ഇനി കോൺഗ്രസ്സിൽ അധിക കാലം ഉണ്ടാവില്ല. പതുക്കെ അല്ല, ഇനി എത്രയും പെട്ടെന്ന് തന്നെ കോൺഗ്രസ് കാലിയാകാൻ പോവുക. കാരണം വിവരം വെച്ച് തുടങ്ങി ജനങ്ങൾക്ക്, പാർട്ടിയിലെ പ്രവർത്തകർക്ക് തന്നെ വിവരം വെച്ച് തുടങ്ങി. ഇതും കൂടിയാണ് ലാസ്റ്റ് ടെസ്റ്റ് വരുന്നത്. ഇത് കഴിഞ്ഞാലും നോക്കിക്കാം പൊട്ടിപ്പാളീസാവും. ഞാൻ അതുകൊണ്ട് കോൺഗ്രസ് വിടാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് വികസനത്തിൽ ഊന്നിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നും NDA സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മനോജ് കുമാർ പറഞ്ഞു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C രഘുനാഥ് മനോജ് കുമാറിനെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, മേഖലാ ജനറൽ സെക്രട്ടറി KK വിനോദ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഏളക്കുഴി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.